ഹായ് 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 എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് മാഷ് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, മാനുവൽ എക്സാം എത്തി, നമ്മുടെ അവസാന പരീക്ഷയാണ്. ഞാൻ കൂടി നമുക്ക് നല്ല മാർക്ക് നേടാനുള്ള അവസരമില്ല അല്ലേ. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാന്നായിരിക്കും ഓരോരുത്തരും വിചാരിക്കുന്നത്. അപ്പോൾ എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് മാഷ് എത്തിയിട്ടുള്ളത്. ചോദ്യത്തോട് കിടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഇനി ഈ വീഡിയോ നമ്മുടെ 3ാം ക്ലാസ്സിലുള്ള മറ്റു കൂട്ടുകാർക്കും കൂടെ അയച്ചു കൊടുക്കുക. അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് കൂടെ മാർക്ക് കിട്ടട്ടെ അല്ലേ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും ആരും വിട്ടുപോകരുത്. അതുപോലെ വീഡിയോ ലൈക്ക് അടിക്കാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും വിട്ടുപോകാതിരിക്കുക. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് ചോദ്യം. എന്താന്ന് വെച്ചാൽ മാഷ് ഇവിടെ 3 നമ്പർ കാർഡുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെ നമ്പർ കാർഡുകളാ? 8, 9, 4. 8-ന്റേതും 9-ന്റെയും 4-ന്റെയും 4-ന്റേതും അങ്ങനെ 3 നമ്പർ കാർഡുകളാണ് മാഷ് തന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്പർ കാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? സിമ്പിളാണ്. ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ നമുക്ക് ആദ്യം കാണാം. ഏറ്റവും വലിയ ലാർജസ്റ്റ് നമ്പർ നമുക്ക് നോക്കാം. ലാർജസ്റ്റ് നമ്പർ കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ നമ്പർ കാർഡുകൾ നമ്മൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള ഓർഡറിലാക്കണം. ആദ്യം 8 ആണോ 9 ആണോ 4 ആണോ ഏറ്റവും വലുത്? 9 ആണ് ഏറ്റവും വലുത്. അപ്പോൾ 9 മാഷ് ആദ്യം എഴുതി. ഇനി ബാക്കിയുള്ള ഏതൊക്കെയാണ്? 8ഉം 4 ആണ്. 9 നമ്മൾ എഴുതി അല്ലേ. 8 ആണോ 4 ആണോ ഏറ്റവും വലുത്? 8 ആണ്. അപ്പോൾ അത് മാഷ് 2ാമത് എഴുതി. അപ്പോൾ 8ന് 2ാമത് എഴുതി. ഇനി ബാക്കിയുള്ളത് ഏതാ? 4 ആണ്. ഇതിൽ ഏറ്റവും ചെറുത് 4 ആണ്. അതിന് മാഷ് 3ാമത് എഴുതി. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള ഓർഡറിൽ മാഷി നമ്പർ കാർഡുകൾ എഴുതി. അപ്പോൾ എനിക്കൊരു സംഖ്യ കിട്ടിയല്ലോ, ഒരു നമ്പർ കിട്ടിയല്ലോ. ഏതാണ്? 984 എന്ന് കിട്ടി. 984 എന്ന് കിട്ടി. ഇത് തന്നെയാണ് ഈ നമ്പർ കാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ, ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ കാണാൻ വേണ്ടിയിട്ട് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഈ അക്കങ്ങളൊക്കെ, ഈ ഡിജിറ്റ്സ് ഒക്കെ എഴുതി. അപ്പോൾ നമുക്ക് ലാർജസ്റ്റ് നമ്പർ കിട്ടി. ഇനി സ്മോളസ്റ്റ് നമ്പർ, ചെറിയ സംഖ്യ കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഈ നമ്പർ കാർഡുകൾക്ക് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ, സ്മോളസ്റ്റ് നമ്പർ നമ്മൾ കാണണം. ലാർജസ്റ്റ് നമ്പർ കാണാൻ വേണ്ടിയിട്ട്, വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള ഓർഡറിൽ എഴുതി. അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ കാണാൻ വേണ്ടിയിട്ട്, ചെറിയ സംഖ്യ കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഈ നമ്പർ കാർഡുകൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള ഓർഡറിൽ എഴുതും. നേരത്തെ ഏറ്റവും വലുത് ഏതാണ് നമ്മൾ നോക്കിയത്. ഇപ്രാവശ്യം നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഏറ്റവും ചെറുത് ഏതാണെന്നാണ്. ഈ 3ത്തിൽ ഏറ്റവും ചെറുത് ഏതാണ്? 4 ആണ്. അതിന് മാഷ് ആദ്യം എഴുതി. ഇപ്പോൾ 4 എഴുതി. ഇനി ബാക്കിയുള്ളത് 8ഉം 9ഉം ആണ്. 8 ആണോ 9 ആണോ ഏറ്റവും ചെറുത്? 8 ആണ്. അതിന് മാഷ് 2ാമത് എഴുതി. അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റ് ബാക്കിയുള്ളത് ഏതാ? 9 ആണ്. 9 ആണ് ഏറ്റവും ലാസ്റ്റ് ബാക്കി അല്ലേ. ഇതിൽ ഏറ്റവും വലുത് 9 ആണ്. അതിന് മാഷ് 3ാമത് എഴുതി. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള ഓർഡറിൽ മാഷ് ഇപ്പോൾ എഴുതി. അപ്പോൾ എനിക്ക് പുതിയൊരു സംഖ്യ കിട്ടി. ഏതാണ്? 489, 489 എന്നുള്ള സംഖ്യ കിട്ടി. ഇതാണ് ഈ നമ്പർ കാർഡുകൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ, സ്മാളസ്റ്റ് നമ്പർ. ചെറിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള ഓർഡറിൽ നമ്മൾ നമ്പേഴ്സ് എടുത്തെഴുതി, അക്കങ്ങൾ എടുത്തെഴുതി. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ നമുക്ക് കിട്ടി. വലിയ സംഖ്യ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള ഓർഡറിലായിരുന്നു എഴുതിയത് അല്ലേ. അപ്പോൾ വിട്ടു പോകണ്ട കേട്ടോ. സ്മോളസ്റ്റ് നമ്പർ കാണാൻ വേണ്ടിയിട്ട് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള ഓർഡറിൽ എഴുതുക. അതുപോലെ ലാർജസ്റ്റ് നമ്പർ കാണാൻ വേണ്ടിയിട്ട് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള ഓർഡറിൽ എഴുതുക. അങ്ങനെ മാഷ് ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ നോക്കേ, 0 എന്നുള്ള ഒരു നമ്പർ കാർഡും അതുപോലെ 8 എന്നുള്ള നമ്പർ കാർഡും 9 എന്നുള്ള ഒരു നമ്പർ കാർഡും നിങ്ങൾക്ക് തന്നു. ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും, ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും ഒന്ന് നിങ്ങൾ പറഞ്ഞേ. ആദ്യം നമുക്ക് ലാർജസ്റ്റ് നമ്പർ, വലിയ സംഖ്യ നോക്കാം. വലിയ സംഖ്യ കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള ഓർഡറിൽ എഴുതും അല്ലേ. അപ്പോൾ നമുക്ക് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള ഓർഡറിൽ എഴുതിയാലോ? ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 0 ആണോ 8 ആണോ 9 ആണോ? 9 ആണ്. അത് മാഷ് ആദ്യം എഴുതി. അപ്പോൾ 9 എഴുതി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതിൽ ഏറ്റവും വലുത് ഏതാണ്? 8 ആണോ 0 ആണോ ഏറ്റവും വലുത്? 8 ആണ്. അപ്പോൾ അതിന് മാഷ് 2ാമത് എഴുതി. 8ന് മാഷ് 2ാമത് എഴുതി. അപ്പോൾ 9 എഴുതി കഴിഞ്ഞു, 8 എഴുതി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഏതാ? 0 ആണ്. ഇതിൽ ഏറ്റവും ചെറുത് 0 ആണ്. അതിന് മാഷ് 3ാമത് എഴുതി. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള ഓർഡറിൽ എഴുതിയപ്പോൾ മാഷിന് ഒരു നമ്പർ കിട്ടി. എന്താണ് കിട്ടിയത്? 980, 980 എന്ന് കിട്ടി. അത് തന്നെയാണ് എന്ത്? ഈ നമ്പർ കാർഡ്സ് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ, ലാർജസ്റ്റ് നമ്പർ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്മോളസ്റ്റ് നമ്പർ നോക്കാം. മാഷ് നേരത്തെ പറഞ്ഞു സ്മോളസ്റ്റ് നമ്പർ കാണാൻ വേണ്ടിയിട്ട് ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള ഓർഡറിൽ എഴുതേണ്ടതെന്ന്. അപ്പോൾ പലരും എങ്ങനെ എഴുതിയിട്ടുണ്ടാവുക എന്നറിയൂ? ആദ്യം മുതലുള്ള 0 എടുത്ത് എഴുതിയിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ളത് 8ഉം 9 ആണ്. അതിൽ ചെറുത് 8 ആണ്, അത് 2ാമത് എഴുതി. പിന്നെ ഏറ്റവും വലുത് 9 ആണ്, അതിന് 3ാമത് എഴുതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? നമുക്ക് എന്താ ഉത്തരം കിട്ടുക? 89 എന്ന ഉത്തരം കിട്ടുക. 89 എഴുതുമ്പോൾ ഈ 0ന്റെ ആവശ്യമുണ്ടോ? 0 ഏറ്റവും മുമ്പിൽ വന്നാൽ അതിന് വിലയില്ല നമുക്കറിയാം അല്ലേ? നമ്മളോട് എന്താ പറഞ്ഞത്? ഈ 3 നമ്പർ കാർഡും ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഖ്യ ഉണ്ടാക്കാനാണ്. അപ്പോൾ 0 ഏറ്റവും മുമ്പിൽ എഴുതി കഴിഞ്ഞാൽ അതിന് വിലയുണ്ടോ? നമ്മളെന്താ 0 എഴുതിയാലും ഇല്ലെങ്കിലും ഇത് 89 ആ 0 ഉൾപ്പെടെ നമ്മൾ വായിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കുമ്പോൾ, നമ്പർ കാർഡ്സ് ഉപയോഗിച്ചിട്ട് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? 0 ഏറ്റവും മുമ്പിൽ ഇടാൻ വേണ്ടി പാടില്ല. എന്താണ്? 0 ഏറ്റവും മുമ്പിൽ ഇടാൻ വേണ്ടി പാടില്ല. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ 0നെ 2ാമതാക്കണം. 2ാമതുള്ള 8നെ 1ാമതും 0 മാഷ് 2ാമത് എഴുതി അല്ലേ? ഇപ്പം എന്താ മാഷിന് ഉത്തരം കിട്ടിയത്? 809 എന്ന് കിട്ടി. ഇതാണ് 809 എന്ന് കിട്ടി. ഇതാണ് ഈ നമ്പർ കാർഡ്സ് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ 0 കൂടെ ഉൾപ്പെടണം. 0 ഉൾപ്പെടാൻ വേണ്ടിയിട്ട് 0നെ ഏറ്റവും മുമ്പിൽ ഇടാൻ വേണ്ടി പാടില്ല, 2ാമത് ഇടണം. പക്ഷെ 2ാമത് ഇട്ടപ്പോൾ 809 809 എന്നാണ് മാഷിന് കിട്ടിയത്. അതാണ് ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ അതും കൂടെ ഓർത്ത് വെക്കുക. 0 കൂടെ ഉള്ള നമ്പർ കാർഡാണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ 0 ഏറ്റവും മുമ്പിൽ എഴുതാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. 0നെ 2ാമതാക്കുക. അപ്പോൾ സിമ്പിളല്ലേ? അപ്പോൾ മാഷി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവിലും പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ലൈവ് എല്ലാവരും കാണാം. ഈ കാര്യങ്ങളൊക്കെ പലർക്കും അറിയാം. അപ്പോൾ അതൊരു പോയിന് വേഗം ഉത്തരം പറയുന്നുണ്ടെന്ന് മാഷിന് അറിയാം. നമുക്ക് എന്തായാലും ലൈവിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് വരുന്ന പല ചോദ്യങ്ങളും പഠിക്കുക. മറക്കേണ്ട വിന്നേരം ഏറെക്കാലം നമ്മുടെ ചാനൽ ലൈവ് ഉണ്ടാവാറ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകളും കാണാം. നമുക്കിനി അടുത്ത ലൈവിലും അതുപോലെ വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.